ഞാനൊരു കുഞ്ഞു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങൾ ഓർക്കും ഇതെന്താ എല്ലാ സോഷ്യൽ മീഡിയയിൽ പ്രശ്നം, കുടുംബ പ്രശ്നം തീർക്കാനാണ് സോഷ്യൽ മീഡിയ. ഞാനായിട്ടൊന്നും തുടങ്ങി വെച്ചിട്ടില്ല ഒരു പ്രശ്നം. ഞാൻ തുടങ്ങി വെച്ചിട്ടുമില്ല, എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഒരു കാര്യം, സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം മക്കൾക്ക് കൊടുത്ത് എന്താണ് ഇങ്ങനെ പറയുന്നത്, 500 രൂപയോ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നവരുടെ ഇത് ഞാൻ തുടങ്ങി വെച്ചതല്ല. ഞാൻ ഒന്നും കൊടുത്തിട്ടില്ലെന്ന് ഷഫീന ബീവി എന്ന് പറയുന്ന തീർത്താത്ത പറഞ്ഞതിൻ്റെ ഉത്തരമാണ്. പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്കത് കാണിക്കേണ്ട അവസ്ഥ വന്നത്. അതുപോലെ എൻ്റെ അപ്പൻ സുധിച്ചേട്ടൻ മരിക്കുമ്പം സീരിയസ് ആയിട്ട് കിടക്കുമായിരുന്നു. ഓപ്പറേഷൻ നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ സീരിയസ് ആയിട്ട് കിടക്കുകയായിരുന്നു അദ്ദേഹം, മനസ്സിലായല്ലോ. അതുപോലെ ട്യൂബ് ഇട്ട് യൂറിൻ പോലും പോകാതെ ബ്ലഡ് വന്നുകൊണ്ട് അദ്ദേഹം ട്യൂബ് ഇട്ട് കിടന്ന അവസ്ഥയിലായിരുന്നു. സുധിച്ചേട്ടൻ്റെ മരണ ദിവസം സുധിച്ചേട്ടൻ്റെ ഡെഡ് ബോഡി പോലും കാണാനുള്ള ഇത് വന്നില്ല. അതുപോലെ തല കറങ്ങി അദ്ദേഹത്തിന് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അതുപോലെ പുള്ളിക്ക് സീരിയസ് ആയിട്ട് കിടന്ന സമയത്തായിരുന്നു സുധിച്ചേട്ടൻ്റെ മരണം. അല്ലാതെ പപ്പ ഈ പൈസ ഒന്നും അടിച്ചു മാറ്റാനൊന്നും നോക്കിയിട്ടില്ല. കിച്ചുവിൻ്റെ വീഡിയോയിൽ കിച്ചു പറയുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ ബോഡി വാങ്ങുവാൻ പോകുന്ന വഴി 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ 1 ലക്ഷം രൂപ പറ്റിച്ചെടുക്കുവാൻ ശ്രമിച്ച കാര്യവും കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോയുമായിട്ടാണ് രേണുസുതി ഇപ്പോൾ വന്നിരിക്കുന്നത്. കിച്ചുവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കിച്ചു പറഞ്ഞതുപോലെ കിച്ചു ശരിക്കും വലിയൊരു ഇൻട്രോവേർട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും സംസാരിക്കുവാൻ കിച്ചുവിന് അറിയത്തില്ല. പറയുന്ന കാര്യങ്ങളിലെല്ലാം വലിയ ക്ലാരിറ്റി വരുത്താതെയാണ് കിച്ചു സംസാരിച്ചു പോയത്. അതുകൊണ്ട് ആരാണ് എന്നുള്ളത് വ്യക്തമായി പറയാതെ അവർ എന്നെല്ലാം പറയുമ്പോൾ അത് മറ്റുള്ളവർ ഏറ്റെടുക്കുന്നത് രേണുസുതിയുടെ അച്ഛനുമാണ് എന്നുള്ള തരത്തിലേക്കാണ്. എന്നാൽ അത് ആരാണ് എന്നുള്ളത് വളരെ വ്യക്തമായി കിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ഈ കോൺട്രവേഴ്സി ഉണ്ടാകുമായിരുന്നില്ല. രേണുസുതി മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല എന്ന്. ഇപ്പോൾ ഇത് ഈ 1 ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ അന്ന് ഹോസ്പിറ്റലിൽ ആയിരുന്നു എന്നായിരുന്നു രേണുസുതിയുടെ വാക്കുകൾ. അപ്പോൾ ആരാണ് ഇതെല്ലാം ചെയ്തത്? ഇതിനുള്ള തക്കതായ മറുപടി പറയേണ്ടത് കിച്ചു തന്നെയാണ്. വളരെ ക്ലാരിറ്റിയോട് കൂടിയുള്ള കിച്ചുവിൻ്റെ ഒരു വീഡിയോയാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറയാമല്ലോ, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ രേണുസുതി റിലേറ്റഡ് കണ്ടന്റ്സ് മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രേണുസുതിയുടെ ഒരു വീഡിയോ വരികയാണെങ്കിൽ തൊട്ടു പിന്നാലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ വീഡിയോസും വന്നുകൊണ്ടേയിരിക്കും. ഇതിന് ഒരു അവസാനമില്ല. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.